സൂപ്പർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. 1-2 സാധനങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കടയിൽ വെച്ച് തുടങ്ങി, കുറേശ്ശെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി. എന്നാൽ ഇത് ഏറ്റെടുക്കാനൊന്നും ഞാൻ ശരിക്കും മനസ്സിൽ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഏറ്റെടുക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ധാരണ. പക്ഷേ എങ്കിൽ ഇനി എന്ത് ചെയ്യും, മുന്നോട്ടുള്ള ജീവിതം എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചപ്പോഴാണ് ഇപ്പൊ ഷൈന മാം പറഞ്ഞ പോലെ എന്റെ അപ്ലൈനായ എന്റെ ചേച്ചി, എന്റെ അമ്മ, എല്ലാമായി എന്റെ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്, എന്തിനാണ് നീ വിഷമിക്കുന്നത്, നിന്റെ കയ്യിലുള്ള സാധനം ചെറിയൊരു സാധനമല്ല, ശരിക്കും കണ്ണു തുറന്നൊന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവുന്ന സാധനമാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ശരിക്കും കുറേശ്ശെ ഞാൻ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അത് ശരിക്കും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ചേർത്ത് പിടിച്ചു. നമ്മുടെ മോദി കെയർ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചോളൂ. ശരിക്ക് എന്താ പറയാ, സമീർജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നമുക്ക് ഇഷ്ടം പോലെ കൊയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വിതച്ചിട്ടിട്ടുണ്ട്. അതിന് എവിടെ നിന്നൊക്കെ എത്രത്തോളം വിതച്ചിട്ടിൽ നിങ്ങൾ കൊയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആരൊക്കെയാണോ നിങ്ങൾ ഇന്ന് പുതിയ ആൾക്കാർ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരാൾക്കാരുടെ എല്ലാ ആൾക്കാരുടെ ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. പുറത്തുനിന്ന് മോദി കെയറിനെ കുറിച്ച് പറയുന്നതല്ല മോദി കെയർ. ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. അപ്പൊ അവര് പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾക്ക് ആരാണോ ഈ അവസരം തന്നത്, നിങ്ങൾക്ക് ആരാണോ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്, അവരെ തന്നെ നിങ്ങൾ ചേർത്ത് പിടിച്ചോളൂ. പിന്നെ എനിക്ക് വേറൊരു അനുഭവം എന്ന് പറയുന്നത്, എന്റെ മാർച്ചിൽ എന്റെ ടീമിൽ നിന്ന് ഒരാൾ ഡയറക്ടറായി. അപ്പൊ ആ കുട്ടി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഒരു ഹോസ്പിറ്റലിലാണ്. ആ കുട്ടി ഒരു ബയോകെമിസ്റ്റ് ആണ്. ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത്, മോദി കെയറിൽ ജസ്റ്റ് ആ കുട്ടി ജോയിൻ ചെയ്ത് കസ്റ്റമർ ആയിട്ടിരിക്കാന്ന് മാത്രം പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇതിനെ കുറച്ച് മനസ്സിലാക്കി വന്നപ്പോ ആ കുട്ടി കുറച്ചൊരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. വിത്തിൻ 6 മാസം കൊണ്ടാണ് കേട്ടോ ആ കുട്ടി ഡയറക്ടർ ക്വാളിഫൈ ചെയ്തത്. അത് മാത്രമല്ല, ആ കുട്ടി പറഞ്ഞ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യണതിന്റെ തലേദിവസമായിട്ട് നമ്മുടെ ഫാമിലി പോലെ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യാണ്ടാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടി ഡയറക്ടർ ക്വാളിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഇത്രയും കാലമായിട്ട് 8 വർഷത്തോളമായിട്ട് ഞാനൊരു ബയോകെമിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. എന്നാൽ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും എന്നെ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്തിട്ടോ എനിക്ക് കൈ തന്നിട്ടോ എന്റെ കൂടെ ചേർത്ത് പിടിക്കാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല മാം. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ കൂടെ വരുന്നവരെ നമ്മളെക്കാൾ ഉയരത്തിലെത്തണമെന്ന ചിന്തയോടെ കൊണ്ടു നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയാ ഒരു അവസരം തന്നെയാണ് മോദി കെയർ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയാതിരിക്കാൻ വയ്യ. ചെറിയ 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 കാര്യങ്ങൾ പോലും അവിടെ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് നമുക്ക് തരുന്നത് നമ്മുടെ ലീഡേഴ്സ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ലീഡേഴ്സിനോട് മറക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളും കൂടി അവർ നമുക്ക് ചെയ്തു തരുന്നത്. ഇന്ന് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ ഞാൻ പലപ്പോഴും ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് എന്റെ പോലത്തെ മണ്ടൂസ് ആയിട്ടുള്ള എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളല്ല. നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇന്ന് മീറ്റിംഗ് ആയിട്ട് നാളെ ഇതന്നെയല്ലേ പറയണത്, മറ്റൊന്ന് ഇതല്ലേ പറയണത്. പക്ഷേങ്കിൽ ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് നമുക്ക് കിട്ടണതായിരിക്കില്ല നാളത്തെ മീറ്റിംഗിൽ കിട്ടുക, നാളത്തേക്കായിരിക്കില്ല നമുക്ക് മറ്റന്നാൾ കിട്ടുക. അപ്പൊ ഓരോ ദിവസങ്ങളും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത്രയാണ് എനിക്കിപ്പോ പറയാനുള്ളൂ. ഈ അവസരങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് സമയം അധികം ഇല്ല, നമുക്ക് ഓരോ സമയത്ത് നിർത്തണം എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഷൈന മാമിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ജയ് മോദി കെയർ.